ഇവരുടെ ജന്മദിനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളും വരും ദിവസങ്ങളൊക്കെ ആയിട്ടാണ്. അവരെയും കൂടി നമുക്ക് ഈ ബലിയിൽ ചേർത്ത് വയ്ക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിൻ്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത സ്നേഹിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ എൻ്റെ സഹോദരൻ വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്നേഹം സർവോത്കൃഷ്ടം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങനയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നുമില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശുസഹജമായവ ഞാൻ കൈവിടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം.
പരിശുദ്ധ സുവിശേഷം ശ്രവിക്കുക. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1 തിരുവചനങ്ങൾ. അധ്യായം 2 തിരുവചനങ്ങൾ 1 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഇരിക്കുക. ബഹുമാനപ്പെട്ട സ്റ്റാലിച്ചൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്ന് നാളത്തെ ദിവസം ഇന്ന് ജൂബിലി 50 വർഷം ആഘോഷിക്കുന്ന പൗലോസ് ക്രിസ്ത്യാന ചേട്ടൻ ചേച്ചി ദമ്പതികൾ, ഇന്നലെ 27 വർഷം ആഘോഷിച്ച സിബി മിനി ദമ്പതികൾ, വേറെ ഒരു 50 വർഷക്കാരും കൂടെയാണ് സെബാസ്റ്റ്യൻ മറിയാമ്മ ദമ്പതികൾ, ഈ ദിവസങ്ങളിലൊക്കെ പിറന്നാളുകൾ ആഘോഷിക്കുന്ന ആഞ്ചലീന. അങ്ങനെ നഗ്നനായിട്ട് പുറത്തായി ഒരു മരത്തിൻ്റെ ഇലകൾ കൊണ്ടൊക്കെ വസ്ത്രമൊക്കെ തുന്നി കഴിയുന്ന അവനെ ദൈവം അവരെ ഒരു ആടിൻ്റെ തോൽ, അതായത് ഒരു മൃഗത്തിൻ്റെ തോൽ വെച്ചാണ് പിന്നെ നാമം മാറ്റാനായിട്ട് വസ്ത്രം ധരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ റൈമണ്ടി ബ്രൗൺ എന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതൻ പറയുന്നു, നമ്മളറിയാത്തൊരു ബലി അവിടെ നടക്കുന്നുണ്ട്. ഈ പാപം ചെയ്ത മനുഷ്യനെ, ഈ കുടുംബത്തെ ഒഴിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഏതോ ഒരു മൃഗത്തെ കൊണ്ടിട്ടൊരു ബലി. അപ്പം ബൈബിളിൻ്റെ ഉൽപ്പത്തിയുടെ പുസ്തകം തുടക്കം തന്നെ പറയുകയാണ്, ഈ കുടുംബജീവിതം ഒന്നിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു ബലി അതിന് ആവശ്യം. അപ്പം ഇന്ന് 50 വർഷം പൂർത്തിയാക്കുമ്പോൾ ബലി അർപ്പിച്ചപ്പോൾ തന്നെ പറയുന്നു. അപ്പം ഈ കുടുംബജീവിതം സത്യത്തിൽ ഈ വിവാഹ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ ബലിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കണമെന്ന്. രണ്ടാമത്, ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ അവർക്ക് പറഞ്ഞാണ്, ഞാനൊരു ക്യാൻസർ രോഗിയെ കാണാനായിട്ട് പോയി. ഒത്തിരി പ്രായമില്ല, ചേച്ചിയാണ് ക്യാൻസർ രോഗി. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, 4 മക്കളുണ്ട്, 3 പെൺപിള്ളേരാണ് ഉള്ളത്, 4 ചെറുക്കനാണ്. അപ്പോൾ ചേച്ചി വളരെ രോഗിണിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ കീമോയും റേഡിയേഷനൊക്കെ ആയിട്ട് കിടക്കുന്ന സമയത്ത് എടുത്ത് പറഞ്ഞു, വെച്ചാൽ എനിക്ക് ഇങ്ങനെ വ്യക്തിപരമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ ചേച്ചി സ്ഥലത്തിൽ ആ വീടിനെ അത്യാവശ്യം രക്ഷപ്പെടുത്തി പ്രദേശത്ത് മുഴുവൻ ജോലി ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് പ്രായില്ല. പേരെടുത്ത് പറഞ്ഞാൽ ഈ എൻ്റെ മകന് ഇവൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും സൈക്കിളൊക്കെ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. അന്ന് അത്രയും ചുറ്റുപാടും ഉണ്ടായില്ല, പക്ഷെ വാങ്ങിച്ചു കൊടുത്തു. ഇവൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ബൈക്ക് കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവൻ്റെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇവൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും കാറ് വാങ്ങിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കാറ് വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ചേച്ചി കഴിക്കാൻ വയ്യാതെ കിടക്കുവാണ്. 60 വയസ്സ് താഴെ പ്രായമുള്ളൂ. ചേച്ചി പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇവൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ തള്ളാൻ എന്ന ചാമുക പറയുക. എനിക്ക് അതിനുശേഷം ഈ ക്യാൻസറും അതിൻ്റെ രോഗവും അതിൻ്റെ വേദനയൊക്കെ പോയി. ഇപ്പം എനിക്ക് ഈ മനസ്സിൻ്റെ വേദന മാത്രമേ. എനിക്ക് എൻ്റെ ഇത്രയും കാലത്തെ പരിചയത്തിൽ വെച്ച് എനിക്ക് തോന്നുന്നത് ദൈവത്തെ കൊടുത്തു എന്നുള്ളതാണ്. മക്കളായിട്ടും കൊച്ചുമക്കളായിട്ടും
ഒക്കെ ഇങ്ങനെ പള്ളിയായിട്ടും പ്രാർത്ഥനയായിട്ടും ഒക്കെ വളരെ ശരിക്കും ഈ ദൈവത്തെ കൊടുക്കാതെ വേറെ എന്നെ കൊടുത്താൽ അനുഭവിക്കാനായിട്ടൊന്നും അധികം തലമുറയ്ക്ക് പറ്റുവാനുള്ളതാണ്. വേറെ 50 വയസ്സുള്ളവർ 50 വർഷം പൂർത്തിയായവർ മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ മണ്ണിൻ്റെ പ്രത്യേകതകളുണ്ട്. നമ്മുടെ എല്ലാ ബന്ധങ്ങൾക്കും നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങൾക്കും മണ്ണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും, ഡാമേജ് സംഭവിക്കാനായിട്ട് എളുപ്പമാണ്. പെട്ടെന്ന് ഡാമേജ് സംഭവിക്കുന്ന രാജ്യസഭ പറഞ്ഞ കാര്യമാണ്. നമുക്ക് അടിസ്ഥാനപരമായിട്ട് ദമ്പതികൾ അറിഞ്ഞിരിക്കുന്ന കാര്യം മനുഷ്യന് അതാണ് സത്യാനന്തര കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. യോഗ്യ ജീവിതമുള്ളൂ ഇത് പോരാൻ പറ്റുന്നു. കുടുംബജീവിതത്തിൽ അങ്ങനെ ആർക്ക് വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ ഒത്തിരി കാലമായിരുന്നു. ഇന്നലകളില്ല, നമുക്ക് നാളെകളില്ല, അതുകൊണ്ട് നമുക്ക് സ്വർഗ്ഗമില്ല, എല്ലാം ഇവിടെയാണ് നമ്മൾ വിചാരിക്കും. ഈ ഭൂമിയാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇതിനപ്പുറത്ത് എൻ്റെ ശരീരം ചോദ്യം പറഞ്ഞു. ഞാൻ പിന്നീട് വരാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുർബാനയ്ക്ക് വന്നോളാം, എൻ്റെ പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുർബാനയ്ക്ക് സത്യത്തിൽ വരിക ചെയ്തേ. അപ്പോൾ നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ദൈവത്തിന് നന്ദി പറയാമെന്നാണ്. വളരെ മനോഹരമായിരിക്കും. എല്ലാവരും നല്ല ഉടുപ്പും ഡ്രസ്സും ഒക്കെ ധരിച്ച് സന്തോഷത്തിൻ്റെ ഞാൻ ഇത്ര വലിയ ആഘോഷമൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയുന്നതാണ് ഏറ്റവും വലിയ ആഘോഷം. ഏറ്റവും വലിയ ആഘോഷം കുർബാന തന്നെയാണ്. അപ്പോൾ ഈ ചേട്ടൻ വളരെ കാര്യമായിട്ട് വളരെ ആഘോഷമായിട്ട് ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞായിരുന്നു. ഞാനൊന്ന് വെറുതെ ചോദിച്ചില്ല, വെറുതെ ചോദിച്ചാൽ വലിയ ആഘോഷമാണെന്ന് ചോദിച്ചായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ പിള്ളേർ ആഘോഷിക്കണമെന്നൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടനത് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ നിങ്ങളത് മക്കളത് അവരുടെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വയ്യാണ്ടൊക്കെ ആയ സമയത്ത് വലിയൊരു സങ്കടം പോലെ പറഞ്ഞ് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. നമ്മൾ പള്ളിയിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല, ഇറങ്ങിപ്പോൾ. അപ്പോൾ ഒരു വലിയ കൺസേൺ അതായിരുന്നു. തീർച്ചയായിട്ടും അച്ഛനോടും സ്റ്റാൻലി അച്ഛനോടും വില്ലേജ് അച്ഛനോടും ഒക്കെ ചേർന്ന് ഇവിടെ ഇന്ന് ജൂബിലി ആഘോഷിക്കും. രണ്ടുപേരും ജൂബിലിയിലൂടെ എഴുതുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും അല്ലേ? അപ്പോൾ ജൂബിലിയാണ്. അപ്പം നേരത്തെ വെച്ചപ്പോൾ മറ്റേ സമാജത്തിൻ്റെ അതാണ് ഇന്നാണ് നമുക്ക് രണ്ട് ദമ്പതികൾക്ക് ഇന്നലെ എല്ലാവർക്കും നന്ദി പറയുകയും അവിടുന്ന് നല്ലവനാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും കൃതജ്ഞതാബോധത്തോടും കൂടെ നല്ല ഇടയനായ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത യേശുവേ, ഈ 50 വർഷക്കാലം അങ്ങ് കനിഞ്ഞു നൽകിയ അനുഗ്രഹദാനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും മക്കളെയും നൽകി ഇന്നുവരെയും പരിപാലിച്ച അങ്ങയുടെ അനന്തകാലത്തെ ഓർത്ത് ദൈവകൃപയുടെ വസതിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും വഴി ഞങ്ങളുടെ കുടുംബത്തിനും വ്യക്തികൾക്കും ഇന്നോളം നൽകിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഓർക്കുന്നതോടൊപ്പം നന്മയുടെ വഴികളിലൂടെ കൈപിടിച്ച് നടത്തിയ എല്ലാ ആത്മീയ പിതാക്കന്മാരെയും വളർച്ചയുടെ പടവുകൾ കയറാൻ സഹായിച്ച എല്ലാ വ്യക്തികളെയും ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട സ്റ്റാലിൻ അച്ഛനെയും അഗസ്റ്റിൻ അച്ഛനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അചരണമായ ജനമുഴുവന്റെയും കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ പാപമോചനത്തിനായി അനേക
പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങും പാനം ചെയ്യുകയും ഞാൻ ഈ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുക. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയുടെ സമർത്ഥമായ മഹത്വം അണിയിക്കുകയും നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹത്വമായ ലക്ഷ്യത്തെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വസിഹായ നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ ലൈംഗികയില്ല പ്രത്യുത പാപമോചനവും രക്ഷയെ പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെല്ലാം സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. മാമോദീസ സ്വീകരിച്ചിട്ട് സംസാരിച്ചത് യോഗമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതിനെ ഓർമ്മപ്പെടുത്തുന്നു.
not do this all over again. After all these years, to come and stand before the Lord, my children and friends. And through the trials and fears, the smiles and tears, the Lord has seen us through. So after all these years, how could I not say I still do? After all these years, my love has grown stronger than when we first began. And after all these years, I'm glad to see that love has brought us to where we now stand. ദൈവാനുഗ്രഹത്തിന്റെ 50 വർഷങ്ങൾ 50 ദാമ്പത്യ വർഷങ്ങൾ പൂർത്തിയാക്കിയിട്ട് അച്ചാച്ചനും അമ്മയും ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുകയാണ്. ഇന്നേ ദിവസം ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് പരിപാടികളിലേക്ക് കടക്കാം. ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു ഗ്യാതറിംഗ് ആണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് ആഘോഷിച്ചേക്കാം അല്ലേ. ആദ്യമായിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി കൊച്ചുമക്കളായ ഗോഡ്വിൻ, അശ്വിൻ, എഡ്വിൻ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ ഹൃദയത്തിൽ ദേവദാനങ്ങൾ ചിന്തിയല്ലേ ദൈവസ്നേഹം നിറയിക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി ും പ്രകാശമേ ഗാരാവിരിക്കുമാറ്റിടും ചന്ദമേറുന്ന ദൈവമേ കേഴുവാൽമാവിൽ രാശീക്കുന്ന മോഹന ദിവ്യഗാനമേ പരിശുദ്ധാത്മാവേ ഈടും വരണമേ എൻ്റെ ഹൃദയത്തിൽ ദൈവദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയിക്കണേ. സ്വാഗതം ആശംസിക്കുന്നതിനായി ജോബി അങ്കിളിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അമ്മച്ചി നമ്മുടെ ക്ഷണം സ്വീകരിച്ചിലെത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവർ സ്വാഗതം ആശംസിക്കുക എന്ന ഒരു അഭ്യർത്ഥനയിൽ തന്നെ ഞാൻ നേരെ കടക്കുകയാണ്. നമ്മുടെ ഏറ്റവും മനോഹരമായ നമ്മുടെ വിശ്വകുർബാനയിലൂടെ നമ്മളെ ധന്യയിലാക്കി നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷ പദവിയിൽ തന്നെ ഇരിക്കുന്ന സ്റ്റാലിനത്തിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥികൾ അച്ഛനും അമ്മച്ചിയാണ്. ഔപചാരികതയുടെ കാലത്തിൽ അല്ലെങ്കിൽ പോലും ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റുകൾ രണ്ടുപേരെയും സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കൂടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മഠത്തിലെ നമ്മുടെ അവരുടെ അതിഥികളായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും നമ്മുടെ ഗവൺമെൻറ്റിലെ മുഴുവൻ പേരെയും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ വേറെ ഒത്തിരി പ്രമുഖ വ്യക്തികളും നമ്മുടെ സുഹൃത്തുക്കളുമായ ഒത്തിരി പേരുണ്ട്. ഞങ്ങളുടെ ബിനോയുടെ റിലേറ്റീവ്സ്, എൻ്റെ വൈഫ് ജോസ്നയുടെ വീട്ടുകാർ, കളിയാൻ കീഴൂരിൽ നിന്ന് മിനിയുടെ ചേച്ചിയുടെ വീട്ടുകാർ, പിന്നെ ഞങ്ങളുടെ വാർഡംഗങ്ങൾ, ബഹുമാനപ്പെട്ട സന്നിധിയാൻ സാറ്, അങ്ങനെ ഒത്തിരി പേരിവിടെയുണ്ട്. എല്ലാവരും വന്നിട്ടുള്ള എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി സ്റ്റാലിൻ അച്ഛനെ ക്ഷണിച്ചോളൂ. ഏറ്റവും സ്നേഹം നിറഞ്ഞ പൗലോസ് ചേട്ട,
ത്രേസ്യാമ്മ ചേച്ചി, ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ടാണ് ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത്. എൻ്റെ പേര് സ്റ്റാൻലി. ഞാൻ ഈ ആശ്രമത്തിൽ 2020, 2021, 22 വർഷങ്ങളിലുണ്ടായിരുന്നു. പിന്നീട് ട്രാൻസ്ഫറായി പോയതാണ്. ഇപ്പോൾ അവിചാരിതമായിട്ട് വീണ്ടും ഇവിടെ ടെമ്പററി ആയിട്ട് അപ്പോയിൻമെൻ്റ് ആയിട്ട് വന്നതാണ്. ഇവിടെയുള്ള മറ്റെല്ലാ വിശിഷ്ടാതിഥികളെ, ഈ മഠത്തിൻ്റെ സുപ്പീരിയർ സിസ്റ്റർ റെമീജിയ, മറ്റ് സിസ്റ്റേഴ്സ്, മഠത്തിലെ സഹോദരിമാർ, ഇവിടെ വന്നിരിക്കുന്ന പൗലോസ് ചേട്ടൻ്റെയും ത്രേസ്യ ചേച്ചിയുടെയും മക്കളുടെ മക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, പ്രിയ നാട്ടുകാരെ, ഒത്തിരി സംസാരിക്കേണ്ട ഒരു സമയമല്ല, പക്ഷേ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ. കാരണം 50 വർഷം ഇവരെ പൂർത്തിയാക്കിയിരിക്കുകയാണ് അവരുടെ വിവാഹ ജീവിതത്തിൽ. അത് ചെറിയൊരു കാര്യമല്ല എന്ന് ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും വ്യക്തമായിട്ട് അറിയാം. 50 വർഷം പൂർത്തിയാക്കുക എന്ന് പറയുമ്പോഴും, അത് നല്ല രീതിയിൽ പൂർത്തിയാക്കുക എന്ന് പറയുമ്പോഴും വളരെയധികം ഒരുക്കം വേണ്ട ഒരു ജീവിത വിളിയാണ്, ഒരു കൂദാശയാണ് കത്തോലിക്കരെ സഭ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന കൂദാശ. അതിനു വേണ്ടി ഒരു വ്യക്തി രൂപീകൃതമാകേണ്ടതുണ്ട്. അതിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള പക്വതയൊക്കെ നേടിയ വ്യക്തികൾ ദൈവകൃപയാൽ ആണ് ഒരു കൂദാശ വഴി പരസ്പരം ഒന്നിക്കുകയും മരണം വരെ ജീവിക്കാനൊക്കെ തീരുമാനമെടുക്കുക. ഇത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ജീവിതമാണോ അത്രത്തോളം തന്നെ ലാഘവത്വത്തോടെയാണ് ഒരുപക്ഷെ ഈ കാലഘട്ടങ്ങളിൽ സാഹിത്യത്തിലും സിനിമയിലും എഴുത്തിലുമൊക്കെയും വിവാഹം എന്ന ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ അതിനെ ദുർബലപ്പെടുത്തുന്നതുമായിട്ടുള്ള സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഞാൻ നിങ്ങൾക്ക് വിവാഹത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയല്ല, പക്ഷെ അധ്യക്ഷ പ്രസംഗം എന്ന് പറയുമ്പോൾ ഒരു മാറ്റമുണ്ട്. ആശംസയല്ല, അല്പം കട്ടിയുള്ളത് പറയാം. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ക്രീം കേക്ക്, അല്ലേ? നമുക്കൊക്കെ അറിയാം ക്രീം കേക്ക്, ക്രീമില്ലാത്ത കേക്ക്. ക്രീം കേക്ക് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെയുള്ള 90-ിലൊക്കെ ജനിച്ച ആളുകൾ ഉണ്ടാകും. കുട്ടികൾക്ക് അട്രാക്ഷൻ എന്തിനോടാണ്? ക്രീം കേക്കിൻ്റെ അതിൻ്റെ മുകളിലിരിക്കുന്ന പൂക്കൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പം കുറച്ചും കൂടി നല്ല ഭംഗി, അത്ര വളരെ അട്രാക്റ്റീവ് വളരെ മുകളിലുള്ള ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്തതായി പ്രശസ്ത മാധ്യമ പ്രവർത്തകരും നമ്മുടെ കുടുംബാംഗവുമായ ശ്രീ സണ്ണി ചെറിയാൻ പുൽപ്പള്ളിയുടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ആശംസ അറിയിക്കുകയാണ്. ഇത്രയും പ്രിയപ്പെട്ട സ്റ്റാൻലച്ചൻ, ഇന്നത്തെ വിശിഷ്ട വ്യക്തികളും നമ്മുടെ എല്ലാം ശ്രദ്ധാപൂർവമായ പ്രിയപ്പെട്ട ചേച്ചി, ബഹുമാനിയായ സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എനിക്ക് മുമ്പിൽ മനോഹരമായ ഈശ്വര പ്രാർത്ഥന ആലപിച്ചിട്ട് കുട്ടികളെ, ഇന്നത്തെ വിശിഷ്ട അതിഥികൾ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവാഹത്തിന്റെ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം വിവാഹം എന്ന് പറയുന്നത് ഒരു സിനിമ പോലെയാണ്. നമുക്കറിയാം, സിനിമാശാലകളിൽ ചെല്ലുമ്പോൾ അവാർഡ് സിനിമകളുണ്ട്. അവാർഡ് സിനിമയിൽ അനക്കവും ഒന്നും കാണില്ല. പിന്നെ ചില സിനിമകളുണ്ട്, ശബ്ദവും വല്ലാതെ അടിയും ഇടിയുമൊക്കെ ആയിരിക്കും. തല്ലുമാലയും RDX ഒക്കെ പോലുള്ള സിനിമകൾ അടിയും ഇടിയുമൊക്കെ. പിന്നെ കുറച്ച് സിനിമകളുണ്ട് കുടുംബകഥ, അവസാനം തൊട്ട് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളെല്ലാം അവിടെ ആ സിനിമ കണ്ടിരിക്കും. അതുപോലുള്ള സിനിമകൾ, അങ്ങനെയുള്ള ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ കുടുംബ ജീവിതം. 50 വർഷം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. പാപ്പച്ചേട്ടനെ സംബന്ധിച്ച് HNL നിന്ന് റിട്ടയർ ചെയ്തെങ്കിലും അദ്ദേഹം ഒരു കർഷകനായിരുന്നു. ഒരു ചൊല്ലുണ്ട്, പ്രകൃതിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ആൾ ജീവിതത്തെയും സ്നേഹിക്കുന്നു, ജീവിത പങ്കാളിയെയും സ്നേഹിക്കുന്നു, മക്കളെയും പേരക്കുട്ടികളെയും സ്നേഹിക്കുന്നു. അങ്ങനെ പ്രകൃതിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ആൾ അതിൻ്റെ നിറവിൽ ജീവിതത്തെ പൂർണ്ണമായി സ്നേഹിച്ചതിൻ്റെ പൂർത്തീകരണമാണ് ഇന്നത്തെ ഈ ചടങ്ങ്. നമുക്കറിയാം, ലോകത്തിലെ ഒരുപാട് മഹാന്മാരും സാംസ്കാരിക നായകരും എല്ലാം ഉണ്ട്. അവരുടെ എല്ലാം വൈവാഹിക ജീവിതം പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ പൂർണ്ണ പരാജയമായിരുന്നു എന്ന് നമുക്ക് കാണാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരൻ ഒരേ ഒരാളുള്ള ടോൾസ്റ്റോയി, നമുക്കറിയാം, എല്ലാവരും പറയുന്നു ടോൾസ്റ്റോയി. പക്ഷേ ടോൾസ്റ്റോയി ഭാര്യയുമായി പിണങ്ങി
ഒരു സിവിൽ ബെഞ്ചിൽ, റെയിൽവേ സ്റ്റേഷനിലെ സിവിൽ ബെഞ്ചിൽ പനി ബാധിച്ച് മരിച്ചു കിടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരനായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ വരുമ്പോഴാണ് 50 വർഷം പൂർത്തിയാക്കുന്നു എന്നുള്ളത് ഈ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ഏറ്റവും വലിയ ഉദാത്തമായ പ്രത്യേകത. അതുപോലെ തന്നെ ജോൺസിനി 3 വീതം കുട്ടികൾ. ആ കുട്ടികളാണെങ്കിൽ മൂത്തിയാളുടെ കുട്ടി വൈദിക വൃത്തിയിൽ 7ാം വർഷത്തിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വൈദികനാകുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും പരിപൂർണമായ ദൈവികമായ ഒരു കാഴ്ചപ്പാടിൽ, ദൈവിക വിശ്വാസത്തിൽ അവർ വളർന്നു വരുന്നു. അങ്ങനെ ഒരു ചുമക്ക് ഈ പഴം കൂടാകുന്ന ഒരു ശരീരം ഇടറി വീഴുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കൂ എന്ന് പ്രിയപ്പെട്ട ഭാര്യ അരുമയായ ഭർത്താവിനോട് പറയുകയാണ്. കാലം കഴിഞ്ഞ് ചേർത്ത് പിടിക്കാൻ, ഒരുമിച്ച് നിർത്താൻ, ആ പഴംകൂടിനെ ചേർത്ത് നിർത്താനുള്ള ആ മനോഭാവമുണ്ടല്ലോ, അതാവും തീർച്ചയായും ഈ 50 വർഷം പൂർത്തിയാക്കുന്നതിന്റെ നിറവ്. ഒരുപാട് സഹനങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹിച്ച് ഈ 50 വർഷത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും ഒരുപാട് നന്മകൾ തുടർന്നുള്ള ജീവിതത്തിൽ ശ്രേയസ്കരമായ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ എല്ലാവിധ ദൈവ അനുഗ്രഹങ്ങളും പ്രപഞ്ച സൃഷ്ടാവ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ ഇന്നത്തെ വിശിഷ്ട വ്യക്തികൾക്ക് മനോഹരമായ ഒരു ചിരിയുണ്ട്. എപ്പോഴും നിഷ്കളങ്കമായ നിർമ്മമമായ ഒരു ചിരി നമ്മളെയൊക്കെ കാണുമ്പോൾ ആ ചിരിയിൽ ആ ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് രണ്ടുപേരുടെയും നിറവുള്ള ചിരി. ആ ചിരി ഈ ജീവിതം മുഴുവൻ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രപഞ്ച സൃഷ്ടാവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഇവർക്ക് ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ 50 വർഷം പൂർത്തിയാക്കുന്ന പ്രിയപ്പെട്ട അഗസ്റ്റിൻ ചേട്ടനും ലീലാമ ചേച്ചിയുമുണ്ട്. അവർക്കും ആശംസകൾ നേരുന്നു. വിവാഹത്തിന്റെ 27 വർഷം പൂർത്തിയാക്കുന്ന പ്രിയപ്പെട്ട മിനി സിബി, അതുപോലെ തന്നെ ഇവിടെ ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട പേരക്കുട്ടികൾ, എല്ലാവർക്കും സ്നേഹോഷ്മളമായ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൊച്ചച്ഛനായ ഫാദർ ആന്റണി എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സിസ്റ്റേഴ്സ്, അതേപോലെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായ ഒരുപാട് വ്യക്തികൾ ഇന്നത്തെ ദിവസം ഉണ്ടെന്ന് ഉറപ്പാണ്. ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. 50 വർഷം
ഒരുമിച്ച് ജീവിക്കുക, അതുപോലെ തന്നെ അത് ഇത്ര സന്തോഷത്തോടു കൂടി കൊണ്ടാടുക എന്നുള്ളതെല്ലാം ഒരുപാട് സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങളാണ്. ഞാൻ ഓർക്കുന്നത് ഇവരുടെ മക്കളെയും അതേപോലെ കൊച്ചുമക്കളെല്ലാം ഒരുപാട് സന്തോഷത്തോടെ നിമിഷമായിരിക്കുന്നു. അവർക്കെല്ലാം വളരെ നല്ലൊരു മാതൃകയാണെന്ന് കൂടി പറയാൻ ഓർക്കുകയാണ്. കാരണം ഞാൻ പാപ്പനെ അമ്മയോടെ ഒരുപാട് സ്നേഹിക്കുവാനും അതേപോലെ അവരെ പൊന്നുപോലെ നോക്കി ഈ ഒരു വിശുദ്ധ കുർബാനയും അതേപോലെ ഒരു ചടങ്ങുകളെല്ലാം ഒരുക്കുവാനൊക്കെ ഒരുപാട് ഒരുക്കങ്ങളുണ്ട്. ഇതിന് പുറകിൽ ഒരുപാട് ചിന്തകളുണ്ട്. ഒരുപാട് കാര്യങ്ങളെല്ലാം കൂട്ടിയിണക്കുമ്പോൾ അത് ഈ അപ്പനമ്മേനെ ഒരു സ്നേഹിക്കുന്നതിൻ്റെ എല്ലാം വലിയൊരു മാതൃകയാണ്, അല്ലെങ്കിൽ ഒരു പ്രകാശമാണ്. അപ്പോൾ അത് ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും അതേപോലെ കുട്ടികൾക്കെല്ലാം വളരെ മാതൃകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ആദ്യമേ തന്നെ ഇവിടെ പങ്കുവച്ചിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ല, പങ്കുവെക്കും. അപ്പോൾ കൂടുതൽ പറയും. 50 വർഷത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അടി ഉണ്ടാക്കാറൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എപ്പോഴും അടിയായിരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഓർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിനോട് കൂടിയുള്ള ഒരു അടിയായിരുന്നു. കാരണം ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ 2 വ്യക്തികളൊക്കെ വിവാഹത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കുറവുകൾ പോരായ്മകളൊക്കെ ഉള്ള വ്യക്തികളാണ്. ഒരു രീതിയിലും അങ്ങനെ പൂർണ്ണ പെർഫെക്റ്റ് ആയിട്ടുള്ള ദമ്പതികളെ കിട്ടുകയൊന്നുമില്ല. പക്ഷേ പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ അന്ന് രാത്രി തന്നെ അതെല്ലാം തീർത്ത് പിറ്റേ ദിവസത്തേക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നത്, അതാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അപ്പോൾ ഇവർ ഈ 50 വർഷത്തോളം അത്രയും സന്തോഷത്തോടെ മനോഹരമായിട്ട് അത് സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും അന്ന് പറഞ്ഞ കൽപ്പനകൾ അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തത് ദൈവത്തിൻ്റെ കൃപയാൽ ഇതുവരെയും വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചതെല്ലാം ഒരുപാട് സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോൾ ഇടവകയ്ക്കും അതേപോലെ ഈ കൂട്ടായ്മയ്ക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും മാതൃകപരമായിട്ട് ജീവിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു, ആശംസകൾ പറയുന്നു. ഒരിക്കൽ കൂടി ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ കുടുംബത്തിന് മുഴുവനായിട്ടും വളരെ പ്രത്യേകിച്ച് അപ്പച്ചനും അമ്മച്ചിക്കും നേരുന്നു. താങ്ക് യു. പുഷ്പങ്ങൾ പൂമഴ പെയ്തു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോട് കൂടിയിരിക്കുന്നത് നമുക്ക് ഭീകരരായ പൗലോസ് ദമ്പതികളുടെ 50ാമത് വിവാഹ വാർഷികമാണ്. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവാനുഗ്രഹങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗക്ഷണം സ്വീകരിച്ചെത്തിയ പ്രിയപ്പെട്ട എല്ലാ ബന്ധപത്രാദികൾക്കും ഹൃദ്യമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. 50ാം വിവാഹ വാർഷികം ചേച്ചി, അവരുടെ മകൾ, കൊച്ചുമക്കൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന പോലീസുകാരൻ്റെ ബന്ധുക്കളെ, സ്നേഹിതരെ, ഇവിടെ വേദി ഒരുക്കിയ സിസ്റ്റേഴ്സ്, ഈ പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിലേക്ക് എന്നെ ക്ഷണിച്ച്
അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രമുഖ വ്യക്തി ഞാൻ പ്രമുഖനല്ലല്ലോ എന്ന് വിചാരിച്ചു. അറിയപ്പെടാത്തൊരു വ്യക്തിയാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ കയറി വന്നപ്പോൾ പറഞ്ഞു, ചേട്ടാ അവിടെ നിൽക്കുക, പ്രമുഖ വ്യക്തി അവിടെ നിന്ന് വരുന്നുണ്ട്. ഞാൻ ആദ്യം ഒന്ന് എടുപ്പിനായെങ്കിലും ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ പോയിരുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ HNL എന്ന സ്ഥാപനത്തിൽ ഒന്നിച്ചു ഞങ്ങളുടെ കൂടെ ഞങ്ങൾ കുറേ പേരുണ്ട്. ഈ മുന്നിലിരിക്കുന്ന രണ്ടു പേര് വളരെ അധികം സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ പരസ്പരം പെരുമാറിയിരുന്നതും അടുത്തിരുന്നതും. കലഹങ്ങൾ ഇവർ തമ്മിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനും അദ്ദേഹം തമ്മിൽ വലിയ കലഹങ്ങളൊന്നും ഉണ്ടാകാറില്ല. മറ്റുള്ളവർ തമ്മിൽ ആരും തമ്മിൽ ഞാൻ കലഹിക്കാറില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേരെയാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിനും അറിയാം, ഈ നീണ്ട 50 വർഷക്കാലം മുഴുവനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അനുഭവിച്ച ടെൻഷൻ, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും മക്കളെ വളർത്തുന്ന കാര്യത്തിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവർ തോളോട് തോൾ ചേർന്ന് ഈ 50 വർഷം മുന്നോട്ട് കൊണ്ടുപോയി. അത്ഭുതകരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമാണത്. ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് 43 വർഷം. എനിക്കറിയാം, ഒരു ഭാര്യയും ഭർത്താവും 2 കുടുംബങ്ങളിൽ നിന്ന്, 2 കുടുംബ പാരമ്പര്യങ്ങളിൽ നിന്ന് എത്തിച്ചേരുമ്പോൾ അവരുടെ ജീനുകളിൽ അടങ്ങിയിട്ടുള്ള ചില സ്വഭാവങ്ങൾ പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്തതും ആയിരിക്കും. അവയെല്ലാം പരസ്പരം ക്ഷമിച്ചും സഹിച്ചും ദുഃഖങ്ങളിൽ താങ്ങായും തണലാനും സന്തോഷങ്ങളിൽ കൈകോർത്ത് പിടിച്ച് ആഘോഷിച്ചു കർത്താവിൻ്റെ സൃഷ്ടിയുടെ മഹത്വം വെളിപ്പെടുത്തുന്ന ഈ ദാമ്പത്യ ജീവിതത്തിൽ പുതിയ സൃഷ്ടികളെ ആ കർമ്മത്തിൽ, സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാൻ വേണ്ടി കർത്താവ് ഏൽപ്പിച്ചു തന്ന ഈ ദാമ്പത്യ ജീവിതം എല്ലാ കയ്പുകളും എല്ലാ മധുരങ്ങളും ഒത്തുചേർന്ന് ആസ്വദിച്ച് 3 ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ 3 കുടുംബങ്ങളെ അവരിലൂടെ ഈ സമൂഹത്തിനും സഭയ്ക്കും കൊടുക്കാൻ കഴിയുന്നത് എത്രമാത്രം അഭിനന്ദനാർഹമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ അവസരത്തിൽ ഈ ദീർഘകാലം ഈ ദാമ്പത്യ ജീവിതം ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും തോളോട് തോൾ ചേർന്ന് താങ്ങും തണലുമായി അനുഭവിച്ച് ഇവിടം വരെ എത്തിയ ഈ ദമ്പതികൾക്ക് വീണ്ടും കർത്താവ് അനുവദിക്കുന്ന ദിനം വരെ ഒന്നിച്ച് ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും തോളോട് തോൾ ചേർന്ന് അനുഭവിച്ചുകൊണ്ട് അവസാനത്തിലെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾക്കും മിനി 27th ആനിവേഴ്സറി ആഘോഷിക്കുന്ന മിനി CB ദമ്പതികൾക്കും പൗലോസേട്ടനും ത്രേസ്യാമ്മ ചേച്ചിക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ പ്രിയപ്പെട്ട പാപ്പൻ ചേട്ടനും ത്യാമ ചേച്ചിക്കും ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഫ്രണ്ട്സ് അസോസിയേഷൻ ഒരു സ്നേഹോപകാരം അവർക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാരവാഹികളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ആ സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പാപ്പൻ ചേട്ടനെയും ത്യാമ ചേച്ചിയെയും ക്ഷണിച്ചുകൊള്ളുന്നു.
ആശംസകളും. Thank you. 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പാപ്പൻ ചേട്ടത്തെ ഞാൻ ചേച്ചിക്കും എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും പേരിൽ പ്രത്യേകമായ പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഈ സന്തോഷവേളയിൽ എൻ്റെ സ്വകാര്യ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് എൻ്റെ തലോട്ടമയം. ഇനിയും 1000 വർഷങ്ങൾ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തോടെ ജീവിക്കാൻ സർവേശ്വരൻ പ്രാപ്തരാക്കട്ടെ എന്ന പ്രത്യേക പ്രാർത്ഥനയോടെ ഈ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം ബിനോയ്. വെഡിങ് ആനിവേഴ്സറി ടു ചിറ്റപ്പൻ ആൻഡ് ആൻറ്റി. ആശംസകൾ നേരുന്നു. ഇതുപോലെ സ്നേഹിച്ചും അടിയുണ്ടാക്കിയും ഉറക്കുണ്ടാക്കിയും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇനി ഒരു 50 വർഷം മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് 50ാം വിവാഹ വർഷം ആഘോഷിക്കുന്ന അച്ഛനും അമ്മായിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വിവാഹ മംഗളാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. 40ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ജിക്കും എത്രയും ഹൃദയമായ വിവാഹ വാർഷികാശംസകൾ അച്ഛനും അമ്മായും 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനും അമ്മായിക്കും ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും. ഓക്കെ, ഒക്കെ മനസ്സ് ഒരുമിച്ചാണ്. ഈ ആഘോഷം നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് കോച്ചിങ് അസംഷനിൽ നിന്നും സൂപ്രണ്ട് സാറുമായി വന്നിട്ടുണ്ട്. പിന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിന്റെ കളമശ്ശേരി ബ്രാഞ്ചിന്റെ MD ശ്രീ ജോസ്മാൻ സാറ്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഞങ്ങളിവിടെ എനിക്ക് ഒന്നും പറയാൻ ദൈവമാണ്. ഇത്രയും നാൾ ജീവിച്ചു, ഇനിയും ജീവിക്കണമെന്നാണ് താങ്ക് യു അച്ഛാ. ഇത്രയും കാലം ജീവിച്ചു, ഇനിയും അതിലേറെ സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടിച്ചു പൊളിക്കോ പോവാം. ഓക്കെ. എൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. കർത്താവിൻ്റെ ഭക്തനായി ഇത്രത്തോളം നാള് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് മൂല്യങ്ങൾ പകർന്നു തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് അമ്മയും അങ്കിൾമാരും. ആ ഒരു മൂല്യം അവർ ഞങ്ങൾക്കും പകർന്നു തന്നിട്ടുണ്ട്. അത് അച്ചാച്ചൻ വഴി കിട്ടിയേക്കുന്നതാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടാണ് അവർ സ്കൂളിൽ പോകുന്നത്. അതുപോലെ കർത്താവിനോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ സങ്കടങ്ങളോ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒരുമിച്ച് നിന്ന് ചെറിയ വിഷമങ്ങളോ ചെറിയ പണക്കങ്ങളോ ഉണ്ടായാലും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹത്തിനും ഒരുപാട് നന്ദി. അതുപോലെ ഈ സന്തോഷത്തിൽ ഇവിടെ പങ്കുചേരാൻ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തത് ഇത്രയും കുറച്ച് സമയം വൈകിയെന്നറിയാം, എന്നാൽ നമ്മൾക്ക് ഫുഡ് കൗണ്ടറുകൾ ഓപ്പൺ ആണ്. എല്ലാവരും ഈ സന്തോഷത്തിൽ കൂടെ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. പ്രത്യേകിച്ച് അപ്പച്ചനും അമ്മച്ചിയോടും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ 50 വർഷം സ്നേഹത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം തന്ന സർവേശ്വരനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അത് സാധിച്ചു. ആ മക്കളുടെ സ്നേഹം ഇപ്പോൾ അവർ തിരിച്ചു കൊടുക്കുന്നു. എല്ലാവരും ആശംസകൾ തരുന്നുണ്ട്. ഈ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടി ഒരു പഴയ ഒരു ഗാനം, അംഗീകാരം എന്ന
ബിജു തിരുമേനിയുടെ വരികൾക്ക് ഉമ്മ സംഗീതം നൽകി ദാസേന പാടിയ ഒരു മനോഹരമായ ഒരു ഗാനം ഞാൻ ഈ അപ്പച്ചനും അമ്മച്ചിക്ക് വേണ്ടി പാടുകയുണ്ട്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂക്കുളത്തിൽ തീപ്പോളകളുടെ ലാളനമേറ്റു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ സമാകെ കനിമല കതിരുമാൻ പുലരി പോൽ വരൂ. ആകാശമാകെ കനിമല കതിരുമാൻ പുലരി പോൽ വരൂ. പുതുമണ്ണിന് പൂവിനാൽ കൊതിയായി നീ വരൂ. ആകാശമാകെ പരിപാടിയുടെ കാരണക്കാരായ അപ്പച്ചനും അമ്മച്ചി, ബഹുമാനപ്പെട്ട ഇവിടെ വന്നിരിക്കുന്നവരെ ഒരു അനുമോദനത്തിൻ്റെ ആശംസകൾ നേരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ സമയം താമസിച്ചു പോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാറിയുന്നത്. ഒരു കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികളാണ് ദൈവത്തിൽ ആശ്രയിച്ച് അവരെ നല്ല നിലയിലൊക്കെ എത്തുന്നത്. ഞാൻ പിറന്ന വീട് എൻ്റെ സ്വന്തം വീട് സ്വർഗമാണ് വീട്. അവിടെ അപ്പനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട് വീട്ടിൽ, സ്വർഗമാണ് വീട് എന്ന് പാടുന്ന ആ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി വരുമ്പോൾ ആ മാതാപിതാക്കന്മാർക്കും ആ സാഹചര്യത്തിലുള്ളവർക്കും വളരെ നന്നായിരിക്കും. ഇന്ന് അച്ഛൻ പ്രാർത്ഥന കുർബാനയുടെ മധ്യ പറയുകയുണ്ടായി. ആ ക്യാൻസർ രോഗിയായ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ മക്കൾ നോക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തെങ്കിലും അവർ ഒന്നും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. ഞാൻ മക്കളെ പോറ്റി വളർത്തി, പക്ഷെ അവരെ എന്നോട് മത്സരിക്കുന്നു. ആ കാലഘട്ടത്തിലേക്കൊന്ന് മാറിയിരിക്കും. പണ്ട് 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി ഭയങ്കര ഒരു ഡൈവേഴ്സ് നടത്താൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിവാഹം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇന്ന് ഡൈവേഴ്സ് നടത്താൻ വേണ്ടി പെട്ടെന്ന് കഴിയും, വിവാഹം കഴിപ്പിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ട്.